പാലക്കാട് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലുണ്ടായ കൊലപാതകം. അതിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. മരിച്ചത് ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ കൂടി കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് അജ്ഞാതനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പിടികൂടിയെങ്കിലും കൊല്ലപ്പെട്ടതാര് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. 60 വയസ്സ് തോന്നിക്കുന്ന കർണാടക സ്വദേശിയാണ് മരിച്ചത് എന്നാണ് സൂചനയെങ്കിലും പേരുൾപ്പെടെയുള്ള മറ്റുള്ള വിവരങ്ങൾ 5 ദിവസമായും കണ്ടെത്താനായിട്ടില്ല. ഇയാളുടെ മൃതദേഹം ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് കാരണം നിയമനടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം അരുവിക്കര സ്വദേശി മധുസൂദനൻ നായർക്ക് ഇയാളുടെ പേരുവിവരങ്ങൾ അറിയില്ല. മരിച്ചയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ തമിഴ്നാട്ടിൽ വെച്ചാണ് ഒപ്പം കൂടുന്നത്. കൊലപാതക കേസിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത ഈ സ്ത്രീയും പേരറിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പാലക്കാടുള്ള ഷെൽട്ടർ ഹോമിലേക്കാണ് സ്ത്രീയെ മാറ്റിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബസ് സ്റ്റാൻഡിലെ എയ്ഡ് പോസ്റ്റിന് സമീപം അജ്ഞാതനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസ് 24 മണിക്കൂറിനകം പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടയാൾ 2000 രൂപ മധുസൂദനിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു നൽകുന്നതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് മധുസൂദനൻ പോലീസിന് നൽകിയ മൊഴി. മരിച്ചയാൾക്കും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്കും 3 ദിവസം ഭക്ഷണം വാങ്ങി നൽകിയതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.